ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇത് ആദിൻ്റെ സ്കൂളിലെ ഓണ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അന്നേരം നമ്മൾ പോയതാണ് സ്കൂളിൽ. അപ്പോൾ അവൻ്റെ ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതാണ് കേട്ടോ. അപ്പോൾ അത് അവൻ്റെ സ്കൂളിൽ ഒരു 7 ബിയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡാൻസ് പരിപാടിയാണ് കേട്ടോ അവിടെ നടക്കാൻ പോണത്. ഒന്നും പറയാനുള്ള അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ നല്ല വൃത്തിയായിട്ട് നല്ല ഒരു 10-15 മിനിറ്റോളമൊക്കെ ആ ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനതിന് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വളരെ ചുരുക്കത്തിലാക്കിയിട്ടാണ് ചെയ്തത്. മാവേലി ഉണ്ടായിരുന്നു, പിന്നെ പുലികളി ഉണ്ടായിരുന്നു, ചെറിയ കുട്ടി മാവേലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ടെറസ് ഇതിൻ്റെ മുകളിലായിരുന്നു, 3ാമത്തെ നിലയിലായിരുന്നു. അതുകൊണ്ട് താഴേക്ക് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ മുകളിൽ നിന്നിട്ടാണ് ഇതൊക്കെ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ. വീഡിയോ എടുക്കുന്ന ഈ ഡാൻസ് തുടങ്ങിയ പാടെ മഴ പെയ്തു കേട്ടോ. പക്ഷെ ഒന്നും പറയാനില്ല, കുട്ടികൾ ആ മഴയത്താണെങ്കിലും വലിയ മഴ എന്ന് പറയാനില്ല, എന്നാൽ മഴ പെയ്തു. എന്നാലും ആ കുട്ടികൾ നല്ല പോലെ നിന്ന് കളിച്ചു കേട്ടോ. എന്നാൽ കൂട്ടത്തിൽ ആ വട്ടത്തിൽ നിൽക്കുന്ന കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ, അതായത് LKGയിലൊക്കെ പഠിക്കുന്ന ചെറിയ മക്കളിനെയൊക്കെ ടീച്ചേഴ്സ് വേഗം മഴയല്ലേ കുട്ടികൾക്ക് പനിയൊക്കെ ഇതാവൂലേ എന്ന് പറഞ്ഞിട്ട് അവർ മാത്രം വേഗം പോയി. പക്ഷെ കുറച്ച് വലിയ കുട്ടികളൊക്കെ അവിടെ തന്നെ നിന്ന് ഡാൻസ് ഫുള്ളായിട്ട് അവിടെ കാണാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വലിയ മഴ എന്നില്ല, എന്താ ഇത് മഴയായിട്ട് പോയില്ല അങ്ങനെ പറയാൻ തക്ക വലിയ മഴയില്ല, എന്നാലും മഴയായിരുന്നു. മഴയും അവൻ്റെ ഡാൻസും, അവർ എത്ര എഫേർട്ട് എടുത്തിട്ടുള്ള ഡാൻസാണ്, അതൊക്കെ നല്ലപോലെ ചെയ്തു. ഞാൻ ആദ്യൻ്റെ ക്ലാസ്സിലെ ഒരു മദർ PTA അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ കുറച്ചുകൂടി ശക്തിയായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേ പിള്ളേരൊക്കെ പോയി. ഇപ്പോൾ ടീച്ചേഴ്സൊക്കെയാണ് അവിടെ നിൽക്കുന്നുള്ളൂ. ടീച്ചേഴ്സും പാരൻസും കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ, അതായത് അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം മഴയൊക്കെ ആയിട്ട് ഓടിപ്പോണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, കുറേ ചാക്ക് ചാട്ടം അങ്ങനെ കുറേ കളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ ഞങ്ങൾ പൂക്കൾ ഇടുന്ന തിരക്കിൽ പൂക്കളത്തിൻ്റെ ഇതിലായിപ്പോയി. അന്നേരം അതൊന്നും കണ്ടില്ല. അപ്പോൾ ഈ ഡാൻസ് അനൗൺസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന പോലെ ഡാൻസ് പരിപാടി അവിടെ നടക്കുകയാണ് അങ്ങനെ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എല്ലാവരും ഓണാഘോഷം ആഘോഷിക്കുന്നുണ്ടാവില്ലേ. ഇപ്പോൾ ഒന്നും പറയാനില്ല, എല്ലാ ആളുകളും ഓണപ്പരിപാടിയും ഓണാഘോഷവും ഒക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്നുണ്ടാവുമോ നമുക്കറിയാം അല്ലേ. കേരളത്തിൽ മൊത്തത്തിൽ, ഇനി കേരളമല്ല വേറെ ആളുകളും ചെയ്യുന്നുണ്ടാവും കണ്ടോ. കുട്ടികളുടെ ഡാൻസൊക്കെ വളരെ ഒരു 3 ആളായിട്ട് നല്ല ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ നടക്കുന്ന ഇതുപോലുള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കണം കേട്ടോ. എന്നാലല്ലേ നമ്മൾ എടുക്കുന്നതിനും കുട്ടികളുടെ കാണുന്നതിനൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ നോക്കണം കേട്ടോ. പിന്നെ ഓണമായിട്ട് എല്ലാവരും എന്താ പറയുക, എല്ലാവരും ആഘോഷത്തിമിർപ്പിലായിരിക്കുമല്ലോ ഇപ്പോഴൊക്കെ ഓണപ്പരിപാടി. അപ്പോൾ എല്ലാവരും ഓണാഘോഷമൊക്കെ നന്നായിട്ടൊക്കെ ചെയ്യണ്ട. ഇത് അതിൻ്റെ കയ്യാണ് കേട്ടോ. അവിടെ കളിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ സൂപ്പർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇവിടുന്ന്. പക്ഷെ താഴേക്ക് കാണുമൊന്നുമില്ല, എന്നാലും അവൻ്റേതായ രീതിക്ക് കാണിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. ഇത് അതിൻ്റെ പഴയ സ്കൂളിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഡാൻസ് കളിക്കുന്നത് പക്ഷേ ഇപ്പുറത്തുള്ള ബിൽഡിങ്ങാണ്. ഞാൻ ആ ബിൽഡിങ് മുമ്പ് എടുത്തിട്ടുണ്ട് സ്കൂളിൻ്റെ, പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. വലിയ 3 ഇതുള്ള നല്ല വലിയ സ്കൂളാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ക്ലാസ് മുറികളും നല്ല ഫാനൊക്കെ. സാധാരണ സ്കൂളുകളിൽ കാറ്റില്ലാത്ത ഒരു ഇതൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതിൻ്റെ അങ്ങനെ നല്ല റൂമിൽ നല്ല ഫാനും കാറ്റൊക്കെ ആയിട്ട് നല്ല സെറ്റാണ് ക്ലാസ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഓണത്തിൻ്റെ അവിടെ പരിപാടി. കുറേ പുലികളിയും അതുപോലെ മാവേലി ഇങ്ങനെ പോണതും ഓരോ ക്ലാസ്സിൽ വരുന്നതും മാവേലിക്ക് ഷെയ്ക്കൻഡ് കൊടുക്കുന്നതും അങ്ങനത്തെ പരിപാടികളൊക്കെ പലതും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും അതിനെ വെച്ച് എടുക്കാനോ ഇല്ലെങ്കിൽ എനിക്ക് അവൻ്റെ അടുത്ത് പോയി നിന്ന് എടുക്കാനോ ഒന്നിനും കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ കിട്ടിയത്, അപ്പോൾ എനിക്ക് എന്താണോ കിട്ടിയത് അത് നമ്മൾ ഇതിൽ ഇടുക എന്ന് മാത്രമാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇനിയൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മളങ്ങനെ വലിയ യൂട്യൂബർമാരൊന്നും ആയിട്ടൊന്നുമില്ല. എന്താ ചെയ്യേണ്ടി ഒന്നും, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടി ഒന്നും അറിയില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന പോലെ ഇപ്പോൾ ഒരു വോയിസ് ഇടാൻ അറിയും, വീഡിയോനെ ഇതുപോലെ കൂട്ടി ജോയിൻ ചെയ്തിട്ട് ഇടാനൊക്കെ അറിയും, അങ്ങനെയൊക്കെ അറിയാനായിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നല്ല പ്രൊഫഷണലായിട്ട് നല്ലതുപോലെ ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ഫോണിൽ മാത്രമാണ് ചെയ്യണത്. എന്നെപ്പോലെ കുറേ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണമില്ല. ഞാൻ മാത്രം അറിയാത്തതൊന്നും എനിക്കറിയില്ല. എന്തായാലും അപ്പോൾ അങ്ങനെ എൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ കുറേ ഉണ്ടാവും വീഡിയോയിൽ. ഇപ്പോൾ ഞാൻ പറയുന്നത് പോലും എല്ലാം ശരിയായിക്കൊള്ളുന്നില്ല, കുറേ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം ക്ഷമിച്ച് എല്ലാവരും വീഡിയോസ് പരമാവധി കാണുക. കുട്ടികളുടെ ഡാൻസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണുക കേട്ടോ.
എന്താണ് ഇനി ഇതുപോലെ നമ്മൾ ഇനി ഈ വീഡിയോ ഇടുന്ന സമയത്ത് ഇങ്ങനെയല്ല, കുറച്ചുകൂടി ബെറ്റർ ആക്കാം, കുറച്ചുകൂടി നന്നായി ചെയ്യണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ നിങ്ങൾ ഇതുപോലെ കമൻറ്റ് ഇടാൻ ഒക്കെ ചില വീഡിയോസിൽ ഇടലുണ്ട് കേട്ടോ ആളുകൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടിയൊക്കെ നന്നാക്കാനൊക്കെ നോക്കാം കേട്ടോ, എനിക്കറിയുന്ന പോലെ. അപ്പോൾ നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത് അങ്ങനെ പരമാവധി കുറച്ചിട്ടൊക്കെ ഇടുകയാണ്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഏകദേശം 10-15 മിനിറ്റോളം ഇവർ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഏതാണ് മാവേലിയൊക്കെ സൈഡിൽ കൂടെ ഉണ്ട്, എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ കുട്ടികൾ മാവേലിൻ്റെ കുടയൊക്കെ മേടിക്കുകയൊക്കെ ചെയ്ത് കണ്ടോ, കുടയൊക്കെ ചൂടി പോകുന്നൊക്കെ ഉണ്ട് സൈഡിൽ കൂടെ. കുറേ ആളുകൾ ഈ ഡാൻസ് ഒന്നും ശ്രദ്ധിക്കാതെ നടക്കുന്ന കുട്ടികൾ, ശ്രദ്ധയിൽ ഇതാവാതെ നടക്കുന്നതാണ്. അങ്ങനെ പല കാഴ്ചകളും നമുക്ക് ഈ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയും. മാവേലിൻ്റെ കൂടെ അതാ ടീച്ചർ സെൽഫി എടുക്കുന്നുണ്ട് കണ്ടോ. ഇനി സൈക്കിൾ റൈഡാണ് കേട്ടോ. കുറേ സൈക്കിൾ മത്സരങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം മുണ്ടൊക്കെ മടക്കി കുത്തി പോയതാട്ടോ. എന്നുവെച്ചാൽ സ്ലോ റണ്ണിങ് റേസാണ്. പക്ഷെ അവൻ കുറച്ച് എത്തുമ്പോഴേക്ക് നോക്കിക്കോ, അവൻ ജസ്റ്റ് കാല് കുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റേ കുട്ടിൻ്റെ സൈക്കിളിൽ മുട്ടാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഇതാക്കി. അതിലൊരു കുട്ടി വിന്നറായി. ഈ വിന്നറായവനെ വീണ്ടും ചെയ്യിപ്പിക്കും കേട്ടോ, അതാണ് പിന്നെയും കഷ്ടം. അങ്ങനെ വേറെ വടംവലിയൊന്നും എനിക്ക് കിട്ടിയില്ല. ഇതാണ് അവൻ്റെ ഫ്രണ്ട്സുമാർ കേട്ടോ. കുറച്ചുകൂടി ഫ്രണ്ട്സുമാരൊക്കെ ഉണ്ട്, പക്ഷെ അവരെയൊന്നും കിട്ടിയില്ല. അപ്പോൾ സദ്യ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് സദ്യ കഴിക്കുന്നതാണ്. അതിൻ്റെ ഫ്രണ്ട്സുമാരാണ് എല്ലാവർക്കും സദ്യ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. എല്ലാവരും സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ഫ്രണ്ട്സുമാരുടെ എല്ലാവരുടെയും പേരറിയില്ല, എന്നാലും നമ്മളുടെ സദ്യയൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സുമാരാണ്. അപ്പോൾ എല്ലാ ഫ്രണ്ട്സുമാർക്കും എല്ലാവർക്കും എൻ്റെ ഈ വർഷത്തെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ ഈ നമ്മളെ വീഡിയോ കഴിയാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായി കാണുക, എല്ലാവരും നമ്മളുടെ കൂടെ ഉണ്ടാവണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ കൂടെ. ഞാൻ ഇത്ര അവസാനമാണ് പറയുന്നത്, എത്ര പേര് ഈ വീഡിയോൻ്റെ അവസാനം വരെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഉള്ളവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.